കെ മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ പൊട്ടിത്തെറി. തൃശൂരിൽ ടി എൻ പ്രതാപനും DCC പ്രസിഡന്റുമെതിരെ പോസ്റ്റർ. പ്രതാപൻ ഇനി വാർഡിൽ പോലും സീറ്റില്ല. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെക്കണമെന്നും പോസ്റ്ററിലുണ്ട്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് തൃശൂരിലല്ല കേരളത്തിലെ കോൺഗ്രസ് തൃശൂരിലെ പരാജയവുമായി ബന്ധപ്പെട്ട് നേരിടുന്നത്. സംസ്ഥാനത്ത് BJPക്ക് അക്കൗണ്ട് തുറക്കാൻ അവസരമൊരുക്കി കൊടുത്തത് തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാരാണ് എന്ന് യൂത്ത് കോൺഗ്രസ് തന്നെ പറയുകയും ചെയ്തിരിക്കുന്നു. നട തുറക്കാൻ അവസരമൊരുക്കിയത് കോൺഗ്രസ്സുകാരാണ് എന്ന് തന്നെ പറയുകയാണ്. 86,000 വോട്ടുകളാണ് കോൺഗ്രസിൻ്റെ വോട്ടുകൾ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ജയിച്ചതും അങ്ങനെ സുരേഷ് ഗോപിക്ക് ജയിച്ചു വരാൻ ഇടയാക്കിയതും. ഇത് തന്നെയാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത്, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യുന്നത്. തൃശ്ശൂരിൽ ചിലരുടെ തല ഉരുളേണ്ടി വരുമെന്ന് തന്നെയാണ് അല്പം മുമ്പ് BJP നേതാവ് തന്നെയായ പത്മജ വേണുഗോപാൽ കൂടി പറഞ്ഞു വെക്കുകയും ചെയ്തത്. തൃശ്ശൂരിൽ വലിയ കീറാമുട്ടി ആവുകയാണോ തൃശ്ശൂരിലെ കോൺഗ്രസ്? അതോടൊപ്പം തന്നെ കേരളത്തിലെ KPCCക്ക് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ് തൃശ്ശൂർ. തീർച്ചയായും സിജു, അതായത് തൃശ്ശൂർ ഒരു കേരളം മുഴുവനായി ഒരു UDF തരംഗം എന്ന രീതിയിൽ വന്നപ്പോൾ പോലും തൃശ്ശൂരിലെ സീറ്റ് നഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ല. അവിടെയാണ് BJPക്ക് അക്കൗണ്ട് തുറക്കാൻ അവസരമൊരുക്കി കൊടുത്തത്. ചരിത്രത്തിൽ ആദ്യമായി BJP ഒരു ലോക്സഭാ സീറ്റ് കേരളത്തിൽ പിടിച്ചത് ഇപ്പോൾ തൃശ്ശൂരിലാണ്. ഇത് തന്നെയാണ് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിക്ക് ഇപ്പോൾ കാരണമാകുന്നതും. വലിയ പ്രതിഷേധം ഈ കോൺഗ്രസ് നേതൃത്വത്തിന്, ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു കോക്കസ് ഉണ്ട്, ഒരു അച്ചുതണ്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അത് DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും TN പ്രതാപനും ഉൾപ്പെടെയുള്ള ഒരു അച്ചുതണ്ടാണ്. ഇത് നേരത്തെ പത്മജ വേണുഗോപാൽ സൂചിപ്പിച്ചതാണ്. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും ഇത് തന്നെ പറയുന്നു. വിമതരായ പ്രവർത്തകർ നിരവധി പേർ ഈ കാര്യം പങ്കുവയ്ക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസ് ആണ് ശക്തമായ പ്രതിഷേധവുമായി രാവിലെ രംഗത്തെത്തിയത്. അതിനു മുൻപായി തൃശ്ശൂർ DCC ഓഫീസിന് മുന്നിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. കൃത്യമായും TN പ്രതാപൻ്റെ പേരിലാണ് പോസ്റ്റർ. TN പ്രതാപന് ഇനി ഒരു വാർഡിൽ പോലും സീറ്റില്ല, അത് നൽകേണ്ടതില്ല എന്നാണ്. കാരണം സീറ്റ് എല്ലാ തവണയും സീറ്റ് കിട്ടി ജയിച്ച് വന്നിരുന്നു. അങ്ങനെ ഒരാൾ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ K മുരളീധരനെ ഒരു നിർണായക ഘട്ടത്തിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ഒരു സ്റ്റാർ കാൻഡിഡേറ്റ്, ശക്തനായ പോരാളി എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്ന നേതാവിനെ ഇവിടെ പരാജയപ്പെടുത്തുന്നു. ഇവിടെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയത് ഒരു പക്ഷേ TN പ്രതാപൻ ഉൾപ്പെടെയുള്ള അച്ചുതണ്ടിനാണ്. കാരണം അവർ കണക്ക് കൂട്ടിയത് കണക്കുകൂട്ടൽ തെറ്റിയതല്ല, ചിലർക്ക് തൃശ്ശൂരിൽ കണക്കുകൾ ഉണ്ടായിരുന്നു. ആ കണക്കുകൾ അവിടെ വർക്കൗട്ട് ആവുകയും ചെയ്തു. കോൺഗ്രസിന്റെ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് ജയിക്കുക, അങ്ങനെ സുരേഷ് ഗോപിക്ക് BJPക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ കഴിയുകയും ചെയ്തു. അങ്ങനെ തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർ വലിയ തരത്തിലുള്ള വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. KPCCയിൽ വരും ദിവസങ്ങൾ കേരളത്തിലെ കോൺഗ്രസിൽ വലിയ വിഷയങ്ങളിലേക്ക് ഈ തൃശ്ശൂരിലെ പരാജയം, മുരളിയുടെ പരാജയം വഴിവെക്കുകയും ചെയ്തു. വിവരങ്ങളാണ് തിയോഫിൻ തൃശ്ശൂരിൽ നിന്നും നൽകിയത്.